മെർലിൻ മൺറോ ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞ് മാതാവ് ഗ്ലാഡിസ് പേൾ മൺറോവിനെ മാനസിക പ്രശ്നം കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെർലിൻ്റെ ജീവിതത്തിലെ വേദനകളും സ്നേഹനിഷേധങ്ങളും ജനിച്ച് ഒരാഴ്ച മുതൽക്കേ തുടങ്ങുന്നു. നിയമപ്രകാരം വിവാഹിതരല്ലാത്തതിനാൽ ഗർഭാവസ്ഥയിലിരിക്കെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മാനസിക നിലയുടെ പരിതാപകരമായ അവസ്ഥ മെർലിൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നത് അപ്പോൾ മുതലായിരുന്നില്ല. അമ്മയുടെ മാനസികാവസ്ഥ, ആരോഗ്യനില, ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ അലയടികളായി ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിലുമെത്തുന്നു. വലുതായി കഴിഞ്ഞ് പ്രശസ്തിയുടെ നടുവിലിരിക്കുമ്പോഴും മെർലിനെ ആത്മഹത്യയിലേക്ക് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു ചെറുമരം പോലും അവരുടെ മാനസികാവസ്ഥയിലെ പൊരുത്തക്കേടുകളെ അതിജീവിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കാനുണ്ടായില്ല എന്നതാണ്. അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ ഔഷധമാണ് സ്നേഹം. അവരോട് മറ്റു പലർക്കുമുണ്ടായിരുന്ന സ്നേഹം അവരുടെ ഭൗതിക ദേഹത്തോടും പണത്തോടും പ്രശസ്തിയോടുമുള്ളതായിരുന്നു. മറ്റു ചിലത് അസൂയ നിറഞ്ഞതായിരുന്നു. ഒരു വേള സ്വാർത്ഥതയുടെ കീഴടക്കലിൻ്റേതായിരുന്നു. $1 മില്യൺ പ്രതിഫലമായി ലഭിച്ചിരുന്ന മെർലിൻ ഒരിക്കൽ പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിന് അവർ വിലമതിക്കുന്ന സ്നേഹ മില്യനുകൾ പണത്തിൻ്റെ മൂല്യത്തിൻ്റെ 1% പോലും എത്തുന്നില്ല എന്ന്. ഹോളിവുഡ് ഈസ് എ പ്ലേസ് വെയർ ദേ വിൽ പേ യു $1,000 ഫോർ എ കിസ് ആൻഡ് 50 cents ഫോർ യുവർ സോൾ എന്നും മെർലിൻ പറഞ്ഞിട്ടുണ്ട്. വില കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ നാം ആഗ്രഹിക്കുന്ന പവിത്രമായ സ്നേഹം.